വാഴപ്പിണ്ടി ചെറുപയർ തോരന് ആവശ്യമുള്ള സാധനങ്ങൾ: വാഴപ്പിണ്ടി ഇത് ഏകദേശം ഞാൻ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് രാത്രി നമ്മൾ കുതിരാൻ വെക്കണം, അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, മുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നീട് താളിക്കാൻ ആവശ്യമുള്ളത് കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. അപ്പോൾ കുറച്ച് നേരം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പയറൊന്ന് വെന്ത് കിട്ടണം. ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റൊരു പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴപ്പിണ്ടി, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താണ്. നന്നായിട്ട് യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 2 പച്ചമുളകും തേങ്ങയും കൂടി തോരന് ചതയ്ക്കുന്ന പോലെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് അത് നമുക്ക് മാറ്റി വെക്കാം. അരപ്പ് റെഡിയായി കഴിഞ്ഞു. നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതാണ്. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുപയർ വേവിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരപ്പും ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയാവും. ഇതിപ്പോൾ ഞാൻ പാത്രം തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. വാഴപ്പിണ്ടി ആണെങ്കിലും പയറാണെങ്കിലും എല്ലാം നന്നായിട്ട് യോജിച്ചു. വാഴപ്പിണ്ടിയിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ ചെറുപയറിൽ പ്രോട്ടീൻ ധാരാളമുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വാഴപ്പിണ്ടി ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ചിലർക്ക് വാഴപ്പിണ്ടി തനിയെ തോരൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ചെറുപയറും കൂടെ ചേർത്ത് ഇതുപോലെ തോരൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.